ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് വളരെ നാളുകൾക്ക് ശേഷം ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നതും എൻ്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോസിനാണ്. ഇത്തവണ ഞാൻ വന്നിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സുമായിട്ടാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, എല്ലാം തന്നെ ബെറീസിൻ്റെ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇന്നലെ ലുലു മോളിൽ പോയപ്പോൾ യാദൃച്ഛികമായിട്ട് കുറച്ച് ബെറീസിനെ ഒരുമിച്ച് കണ്ടു കേട്ടോ. ഒരുമിച്ച് കണ്ടപ്പോൾ കുറച്ച് ഞാൻ മേടിച്ചു, ഒരു 3 ടൈപ്പ് ബെറീസ് മേടിച്ചു. വീട്ടിലെത്തിയപ്പോൾ തോന്നിയ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ബെറീസ് നമുക്ക് വളരെ പരിചിതമായ സ്ട്രോബെറി ഉണ്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന ബെറിയാണ് സ്ട്രോബെറി. ഇത് ഈ കാണുന്ന ബ്ലൂബെറിയാണ്. ഇത് ഈ കാണുന്നത് കുറച്ച് അധികം കാണാത്ത ഇച്ചിരി റയറായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ബെറിയാണ്, കണ്ടോ. അപ്പോൾ ഇത് കൂടാണ്ടും കുറേ ബെറീസ് ഉണ്ട് കേട്ടോ. കാൻബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, പിന്നെ മൾബെറി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഈ ബെറീസിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സൊക്കെ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ബെറീസ് കഴിക്കാൻ. എല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് നമുക്ക് അത്രയും പ്രാപ്യമല്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പലരും പറയാറുണ്ട് കാശുള്ളവർക്ക് എന്തും ആവാമെന്ന് പറഞ്ഞിട്ട്. ഇത് കാശിൻ്റെ അല്ല, ഇത് കഴിക്കാനൊരാഗ്രഹം, പിന്നെ അത്രമാത്രം ഹെൽത്ത് ബെനിഫിറ്റ്സും ഈ ബെറീസിനുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ബെറീസിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. അത് നമുക്ക് 1 by 1 നോക്കാം കേട്ടോ. ഇനി ഇതിൽ ഏത് തരം ബെറി ആയാലും അതിന് ന്യൂട്രീഷണൽ പവർ ഹൗസ് എന്നാണ് പറയുക. അതായത് പോഷകങ്ങളുടെ കലവറ എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും ബെറീസ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബെറീസിലും ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫൈബർ അഥവാ നാരുകൾ, അവശ്യ വിറ്റാമിനുകൾ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസേന 1 കപ്പ് ബെറീസ്, അത് ഏത് ടൈപ്പ് ബെറി ആയാലും കുഴപ്പമില്ല, തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും വളരെ നല്ലതാട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ തന്നെയാണ്. പ്രധാനമായിട്ടും ബെറീസിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ആന്തോസയാനിൻ എന്നൊരു ഓക്സിഡൻ്റാണ്. ഇത് ശരീരത്തിലെ കലകളെ അല്ലെങ്കിൽ കോശങ്ങളെ സംരക്ഷിക്കുകയും രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ചില പഠനങ്ങൾ പ്രകാരം നമ്മൾ സാധാരണ കഴിക്കുന്ന ഫലങ്ങളിൽ വെച്ചിട്ട് ഈ ബ്ലാക്ക് ബെറീസിലും ബ്ലൂബെറീസിലുമാണ് മാതളം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊമഗ്രനേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഈ ബെറീസ് കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. എങ്ങനെയാ വെച്ചാൽ ബെറീസ് കഴിക്കുമ്പോൾ അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ കൂട്ടുകയും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളോടുള്ള ബോഡിയുടെ റെസ്പോൺസ് ഇത് കുറയ്ക്കുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബെറീസിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന സോളിബിൾ ഫൈബറുകൾ നമ്മുടെ അന്നപഥത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ ആ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ചലനം കുറച്ച് സ്ലോ ആക്കുന്നത് കാരണം നമുക്ക് എപ്പോഴും എന്താ പറയുക, ഒരു വയറ് നിറഞ്ഞൊരു ഫീലിംഗ്, എപ്പോഴും ഒരു ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ ബെറീസ് സഹായിക്കുന്നത്. ഇനി ഫൈബറിൻ്റെ കാര്യം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതും ഈ 3 ബെറീസിലുമാണ്. ഈ ബ്ലാക്ക്ബെറി, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി. പിന്നെ റാസ്ബെറിയിലും നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് പോഷകങ്ങളുടെ ഒരു കലവറയാണ്. കാരണം ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടാതെ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രോബെറി ഒരു ദിവസം 1 കപ്പ് അല്ലെങ്കിൽ 150 ഗ്രാം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ സിയുടെ 1.5 മടങ്ങ് അത് തന്നെ കിട്ടും കേട്ടോ. കൂടാതെ അതിൽ ആകെ അടങ്ങിയിട്ടുള്ളത് 48 കാലറി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാലറി ഏറ്റവും കുറഞ്ഞ ഫ്രൂട്ട്സ് കൂടിയാണ് ബെറീസ്. വളരെ സേഫായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ബെറീസ് കഴിക്കുകയാണെങ്കിൽ ശരീരകലകൾക്കുണ്ടാകുന്ന നാശം, അതിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും. മറ്റൊന്ന് പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബെറീസ് കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ റാസ്ബെറി, സ്ട്രോബെറി ഇങ്ങനത്തെ ബെറീസ് കഴിക്കുകയാണെങ്കിൽ അവ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും അങ്ങനെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ബെറീസ് കഴിക്കുന്നത് ത്വക്കിൻ്റെ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന എലാജിക് ആസിഡ് എന്നൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ത്വക്കിലെ ചുളിവുകൾ മാറ്റാൻ സഹായിക്കുകയും അങ്ങനെ ചർമ്മ സൗന്ദര്യം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ ക്യാൻസർ രോഗം തടയാനുള്ള കഴിവ് പോലും ബെറീസിനുള്ളതായിട്ട് പറയപ്പെടുന്നു. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ ആന്തോസയാനിൻ, പിന്നെ എലാജിക് ആസിഡ് ഞാൻ പറഞ്ഞു, പിന്നെ റെസ്വെറാട്രോൾ എന്നൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി ഉണ്ട്, രക്തക്കുഴലുകളുടെ ശരിയായ ആരോഗ്യത്തിനും ബെറീസ് കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത് ഈ ബെറീസ് കഴിക്കുന്നതിനുള്ള ഗുണങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ ഒരു സെയിം ടേസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.